വെൽക്കം എവറി വൺ. ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 013/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ നടന്നിരിക്കുന്ന 2024 നടന്ന ഒരു 10th ലെവൽ പ്രിലിംസിന്റെ സ്റ്റേജ് 5ന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഇനിയുള്ള ഡിഗ്രി പ്രിലിംസിനും എല്ലായിടത്തും യൂസ്ഫുൾ ആകുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഫസ്റ്റ്, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ശ്രീ യു ഷറഫ് അലിയാണ് ആൻസർ. ഓപ്ഷൻ ബി ശ്രീ യു ഷറഫ് അലി. ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടുന്നവയാണ് ബാക്കി മൂന്നെണ്ണം ആലോചിച്ചാൽ മതി. അപ്പം ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ്. SHAP ഷേപ്പ് ആണ് അതിൽ ഉൾപ്പെടാത്തത്. ബാക്കി മൂന്നെണ്ണം അതിൽ ഉൾപ്പെടുന്നവയാണ് ഓർക്കുക. വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. പി വത്സല. 2022 സേതുവിന് ലഭിച്ചിരിക്കുന്നത്. 2022 ലഭിച്ചത്. 2023 വസന്തൻ, പ്രൊഫസർ SK വസന്തനാണ് 2023 ലഭിച്ചത്. 2024 ലഭിച്ചത് NS മാധവൻ. ആരുടെ വേണമെങ്കിലും ചോദിക്കാം. 2023 2024 ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2023 SK വസന്തൻ, 2024 NS മാധവൻ. ഓക്കെ, മാറിപ്പോവാതിരിക്കാം. നെക്സ്റ്റ്, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏത്? ഇപ്പൊ പെടുന്നവ ആലോചിച്ചാൽ മതി. ഇതിൽ പെടാത്തത് നിഴലുറങ്ങുന്ന വഴികളാണ്. പെടുന്നവ ഒന്ന് ഓർമ്മിച്ചു വെച്ചേക്കാം. പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ എന്നിവ സേതുവിന്റെ കൃതികളിൽ പെടുന്നവയാണ്. ഓക്കെ, 2022 സേതുവിന് പുരസ്കാരം കിട്ടിയെന്ന് നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിച്ചു വെച്ചേക്കാം. അപ്പോൾ പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ എന്നിവ സേതുവിന്റെ കൃതികളാണ്. നെക്സ്റ്റ്, ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം എപ്പോഴാണ്? ഓഗസ്റ്റ് 23. നെക്സ്റ്റ്, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? TK മാധവൻ. ബേസിക് ക്വസ്റ്റ്യൻ ആണ്. വൈക്കം സത്യാഗ്രഹം എപ്പോഴായിരുന്നു? 1924, 1924. നെക്സ്റ്റ്, 8, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? സ്വാമി വിവേകാനന്ദൻ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെയും അഴിമതികളുടെയും അനീതികളുടെയും കാര്യങ്ങൾ, അതായത് തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളുടെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10th വൺ. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളെ വൈകുണ്ഠ സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചിട്ടുണ്ട്. സമയബന്ധി ഭോജനം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ആ പ്രഖ്യാപനം നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ് ആ ഒരു പ്രഖ്യാപനം. അതും ആലോചിക്കുക. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരുവാണ്. സമത്വ സമാജം സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരാത്തത് ഏതാണ്? ഓപ്ഷൻ എ, മൂന്നാമത്തെ, തേർഡ് വൺ മാത്രമാണ് വരാത്തത്. ഓപ്ഷൻ എ, മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ബാക്കി മൂന്നും ശ്രീ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഗോദാവരി. 12ാമത്തെ ക്വസ്റ്റ്യൻ. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെ? കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നുണ്ട്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നുണ്ടോ? ഇല്ല, പടിഞ്ഞാറൻ തീരസമതലത്തിൽ നടക്കുന്നില്ല. താരതമ്യേന വീതി കൂടുതലാണോ? അല്ല, കിഴക്കാണ് വീതി കൂടുതൽ. ഇതും തെറ്റാണ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണോ പടിഞ്ഞാറൻ തീരസമതലം കാണുന്നത്? ശരിയാണ്. അപ്പൊ എന്ത് പറയാം? ഇത് രണ്ടും ശരിയാണ്. 1ഉം 4ഉം ശരിയാണ്. അപ്പൊ തെറ്റേതായിരിക്കും? 2ഉം 3ഉം ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ബന്ധമില്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള. ഓപ്ഷൻ ബി ആണ് വരിക. ആരോടും അത് മാറിപ്പോകരുത്. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം 1853 വരുന്നത്. ഇതിൽ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഝാറിയ. 1959 ജർമ്മൻ സാങ്കേതിക സഹായം, തിരുമ്പുരുക്കുശാല, അങ്ങനെ കാണുമ്പോൾ തന്നെ ഏതാണെന്നറിയാം നമുക്ക്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കല അല്ലെ? റൂർക്കലയല്ലേ? കിട്ടും. കരിമ്പ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? UP, ഉത്തർപ്രദേശ്. ബേസിക് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ചിലർക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കൊല്ലം കോട്ടപ്പുറം വരെ കേരളത്തിലൂടെ പോകുന്ന ഏതാ? ദേശീയജലപാത 3 ആണ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. യങ് ഇന്ത്യ പത്രം. 4 ഓപ്ഷനും നമ്മൾ വായിക്കേണ്ട ആവശ്യം തന്നെയില്ല. ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ നമ്മൾ ഉത്തരം കിട്ടിയിട്ടുണ്ട്. മഹാത്മാഗാന്ധിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കി ഓപ്ഷൻസ് ഇവിടെ ക്ലിയർ ആകുന്നില്ലെങ്കിൽ പറയാം. മഹാത്മാഗാന്ധി, രാജാറാം മോഹൻ റോയ്, ബാലഗംഗാധര തിലക്, മിസസ് ആനി ബെസന്റ് ആണ് ഇവിടെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഉത്തരം ഏതാണ്? മഹാത്മാഗാന്ധിയാണ്. നെക്സ്റ്റ്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? സവിശേഷതകൾ: പുനഃസ്ഥാപന ശേഷി ഉണ്ടോ? ഉണ്ട്. ചെലവ് കുറവാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇതൊക്കെ ശരിയാണ്. അപ്പൊ ഏതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്? സവിശേഷത അല്ലാത്തത് ശുഷ്കമായി കൊണ്ടിരിക്കുന്നു. കുറഞ്ഞു വരിക എന്ന് പറയാം. ആണോ? അല്ല. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ് കുറഞ്ഞു വരുന്നത്. ശുഷ്കായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശുഷ്കായിക്കൊണ്ടിരിക്കുന്നില്ല. സോ ഏത് പറയാം? ഇവിടെ ഉത്തരമായിട്ട് ഓപ്ഷൻ സി ആണ് വരുന്നത്.
ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണെന്ന് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പറയുന്നത്? ഇതും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അനുച്ഛേദം 21A, ഓപ്ഷൻ സി. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കർത്തവ്യങ്ങളെ പ്രതിപാദിക്കുന്ന ഭാഗം 4A. 23 ദേശീയ ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. ദേശീയ ഗീതമല്ല, ദേശീയ ഗാനം ആരാ രചിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് എന്നാണ് ക്വസ്റ്റ്യൻ. ആരാ രചിച്ചതെന്നല്ല ചോദിച്ചിരിക്കുന്നത്. ആദ്യമായി പാടിയത് ഏത് INC-യുടെ ഏത് സമ്മേളനത്തിലാണെന്നാണ് ചോദിക്കുന്നത്. ഏത് സമ്മേളനത്തിലാണ്? കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? 26ാമത്തെ ക്വസ്റ്റ്യൻ. ഏതാ ആൻസർ വരിക? ഒക്ടോബർ 12 ആണെന്ന് നമുക്കറിയാം. കൊല്ലം പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി പോയത്. 1993 ഒക്ടോബർ 12. ഈ ഒക്ടോബർ 12 തന്നെയാണ് ഏത് വരുന്നത്? ഇന്ത്യയിലെ വിവരാവകാശ നിയമം നിലവിൽ വന്നിരിക്കുന്നത് ഒക്ടോബർ 12, 2005-ലാണ്. അപ്പൊ അതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. രണ്ടും അടുപ്പിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടും കാണുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാ? അതൊക്കെ നമ്മൾ വളരെ ബേസിക് ആയിട്ട് പഠിക്കുന്ന ക്വസ്റ്റ്യൻസിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അനുച്ഛേദം 21. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നതെന്നാണ് ചോദ്യം. ദേവനാഗരി ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. താഴെ പറയുന്നവർ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? കടുവ. ഓക്കെ, അത് ആരും തെറ്റിക്കില്ല എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, 31st ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം 1942. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാ? കുറിച്യ കലാപം രാമനമ്പി അല്ലെ? കുറിച്യ കലാപം എന്ന് പറയുന്നത് രാമനമ്പി കിട്ടി. നെക്സ്റ്റ്, ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി. ഇതൊരു കൺഫ്യൂസ്ഡ് ആവുന്ന ക്വസ്റ്റ്യൻ ആണ്. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഒരുപാട് നവോത്ഥാനത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. 33ാമത്തെ ഓപ്ഷൻ രാജാറാം മോഹൻ റോയ്. 34, 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20-യിൽ 2024 ആര് എന്നാ ചോദിക്കുന്നത്? 2024 കഴിഞ്ഞു അല്ലെ? ബ്രസീലാണ് ആൻസർ ആയിട്ട് വരുന്നത്. 34B. നെക്സ്റ്റ്, 35 അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല വിശ്വഭാരതി സർവകലാശാല. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നെക്സ്റ്റ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. ഡ്രെയിൻ തിയറി അല്ലെ? നെക്സ്റ്റ്, സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര ആരാ രചയിതാവ്? മുഹമ്മദ് ഇക്ബാൽ. ഓപ്ഷൻ ഡി. 38D. 39 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാ? ബക്രാനങ്കൽ പദ്ധതിയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ആധുനികവൽക്കരണം എന്ന് ഓർമ്മിച്ചു വെക്കാം. 40ാമത്തെ ക്വസ്റ്റ്യൻ, ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന് ബ്രിട്ടീഷ് കരിനിയമത്തിന്റെ പേരെതാ? റൗലറ്റ് ആക്ട് ആണ് വരുന്നത്. റൗലറ്റ് ആക്ട്. 41ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയ ആനമുടി ഇടുക്കി. ആരും മാറി എഴുതരുത്. ആനമുടി ഇടുക്കി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാള വനിതാ കായിക താരം PT ഉഷ. 42B ആണ് ഓപ്ഷൻ. PT ഉഷ. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം 2017-ലാണ് വന്നത്. 17, കുറെ വർഷമായി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നത് പാമ്പാർ, ബാക്കിയൊക്കെ പടിഞ്ഞാറോട്ടാണ്. നെക്സ്റ്റ്, പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? പൊന്നാനി തുറമുഖം ഏതിൻ്റെതാ? ഭാരതപ്പുഴ. 45C ആണ് ആൻസർ. ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഭാരതപ്പുഴ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏത്? പൊന്നാനി തുറമുഖം. 2022-ലെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 2022 ഓർമ്മിച്ചു വെക്കുക. 2022-ൽ നഞ്ചി അമ്മക്കാണ് കിട്ടിയത്. 46B. 47ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ ഫാസ്റ്റാക്കിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. പള്ളിവാസൽ എവിടെയാ? ഇടുക്കി. പള്ളിവാസൽ ഇടുക്കിയിലാണ്. 47D. 48 വംശനാശം സംഭവിച്ചുകൊണ്ടിരുന്ന വരയാടുകളുടെ സംരക്ഷണം ഏതാ? നമുക്കറിയാലോ, ഇരവികുളം അല്ലെ? ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാ? വേമ്പനാട്ട് കായൽ. നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ്, 50ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം ഏത് താലൂക്കിലാ? നെയ്യാറ്റിൻകര താലൂക്കിലാണ് വരുന്നത്. വിഴിഞ്ഞം നെയ്യാറ്റിൻകര താലൂക്കിലാണ് വരുന്നത്. ഓപ്ഷൻ ബി. സാധുജന പരിപാലന സംഘം. സാധുജനം ആരുടെ സംഘമാണ്? അയ്യങ്കാളി. നെക്സ്റ്റ്, 1888 പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അല്ലെ? അരൂപുരം ശിവപ്രതിഷ്ഠ എന്ന് തന്നെ നമ്മൾ പറയാൻ പോലും ചെയ്യാം. ഓപ്ഷൻ ബി ആണ് ആൻസർ.
കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാ? ആറ്റിങ്ങൽ കലാപം. 53C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 54. വൈക്കം സത്യാഗ്രഹം നേരത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, 1924 എന്ന് പറഞ്ഞിട്ടുണ്ട്. ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പ് നേതൃത്വം നൽകിയ പ്രസ്ഥാനം, നമ്മൾ സമാജം തന്നെ പറഞ്ഞു പോയി, പ്രസ്ഥാനം ഏതായിരുന്നു? അരേ സമാജാണ്. ഓപ്ഷൻ സി, അരേ സമാജാണ് വരുന്നത്. ആര്യ സമാജം എഴുതരുത്, അരേ സമാജാണ് ആൻസർ ആയിട്ട് വരുന്നത്. 55C. 56th വൺ. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഫസ്റ്റ് വൺ ഏതാ? ബേപ്പൂർ തിരൂർ. 57. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാ? കെ കേളപ്പൻ. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത് കെ കേളപ്പനാണ്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. ഓപ്ഷൻ എ, നെടുങ്ങാടി ബാങ്ക്. 59. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം? പാരീസ്. പാരീസ് ഒളിമ്പിക്സ് കഴിഞ്ഞു അല്ലെ. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആരാ? VT ഭട്ടതിരിപ്പാട് എഴുതിയത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല ഇനാമലാണ്. അതിന്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. നെക്സ്റ്റ് 62ാമത്തെ ക്വസ്റ്റ്യൻ. 62ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വായിച്ചാൽ മാത്രം ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ആണെന്നാണ് ക്വസ്റ്റ്യൻ. 62. കണ്ണ്, ത്വക്ക്, മുടി, ത്വക്കാണ്. ഇത് ത്വക്ക് എന്നൊക്കെയാ കൊടുത്തത്. ത്വക്ക്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. ശരിയാണ്. നാടുകളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. ശരിയാണ്. മുറിവുണങ്ങുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ. അതും ശരിയാണ്. ഒരു തെറ്റുണ്ടല്ലേ. ത്വക്ക്, ഇവിടെ ത്വക്ക് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. അത് തെറ്റാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റാണ്. ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. സോ 4 മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരിയായ ഓപ്ഷൻ. കാരണം എന്താ? നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. 63. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എങ്ങനെയാ പകരുക? വായിലൂടെയോ കൊതുകിലൂടെയോ ഒക്കെ പകരുമോ? ഇല്ല. അത് പകരുന്നതാകെ സമ്പർക്കം മുഖേനയാണ്. നെക്സ്റ്റ് 64. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ പാരന്റ്സിന്, അമ്മമാരെ, അങ്ങനെയാ നമുക്ക് പൊതുവെ മാതാക്കളെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതിന് പകരം അമ്മമാരെ എന്ന് പറഞ്ഞാൽ കൊടുക്കുക, സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി സ്നേഹസ്പർശ. ഓപ്ഷൻ എ. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ആരൊക്കെ അതിൽ ഉണ്ടാവുക? ഏതൊക്കെ വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ടാവുക? ലിംഫോസൈറ്റും മോണോസൈറ്റും. ഓപ്ഷൻ മാറിപ്പോയതാ. അതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ഏതാ? മോണോസൈറ്റും ന്യൂട്രോഫിലും ആണ് ആൻസർ ആയിട്ട് വരിക. മോണോസൈറ്റും ന്യൂട്രോഫിലും. ഓപ്ഷൻ ഡി ആണ് വരിക. 65D. മോണോസൈറ്റും ന്യൂട്രോഫിലും ആണ് എന്ത് ചെയ്യുക? ഫാഗോസൈറ്റോസിസ്, വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം ചെയ്യാം. നെക്സ്റ്റ്, പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? ഭാഗ്യലക്ഷ്മി. പയർ ചെടിയുടേത് ഭാഗ്യലക്ഷ്മിയാണ്. വനവിഭവം അല്ലാത്തത് ഏതാ? മണ്ണെണ്ണ. ബാക്കിയൊക്കെ വനത്തിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലെ. നെക്സ്റ്റ്, അമ്ലമഴയ്ക്ക് കാരണമായ വാതകം സൾഫർ ഡയോക്സൈഡ്, SO2. സൾഫർ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? SO2. അങ്ങനെ ഓപ്ഷൻ കൊടുക്കാം കേട്ടോ. സൾഫർ ഡയോക്സൈഡ് എന്ന് വെച്ചാൽ SO2. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. 69C. പക്ഷെ അത് ആ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോയിട്ടുണ്ടല്ലോ. 69th ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. ആൻസർ വേണ്ട. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7. അതായത് ഓപ്ഷൻ എ ആണ് വരുന്നത്. 70A. 71. ആറ്റത്തിന്റെ ഒരു സൗരയൂഥ മാതൃക. ഇതാണ് റുദർഫോർഡ് മോഡൽ അല്ലെ. റുദർഫോർഡ് പ്ലാനറ്ററി മോഡൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയംകാർ പഠിച്ചിട്ടുണ്ടാവും. റുദർഫോർഡ്സ് പ്ലാനറ്ററി മോഡൽ. അല്ലെങ്കിൽ മലയാളം മീഡിയംകാർ ഇങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ടാവും. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരാ കണ്ടുപിടിച്ചത്? റുദർഫോർഡ് ആണ്. കലാമിൻ ഏത് ലോകത്തിന്റെ അയിര? സിങ്കാണ് കലാമിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ഉത്കൃഷ്ടവാതകങ്ങളിലെ നോബൽ ഗ്യാസസ് 18ാമത്തെ ഗ്രൂപ്പിൽ. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏതാ? റോക്കറ്റ് ഇന്ധനങ്ങളിലുണ്ടോ? ജ്വലനത്തിന് സഹായിക്കുന്നുണ്ട് നമുക്ക് അറിയുന്ന കാര്യം തന്നെ അല്ലെ. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? അതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഉണ്ടോ? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇത് മൂന്നും ശരിയാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ബാക്കി മൂന്നും എന്തിനു ഉപയോഗമാണ്? ഓക്സിജൻ ഉപയോഗങ്ങളിൽ പെടുന്നത് തന്നെയാണ്. 74th ആൻസർ ഡി ആണ് വരുന്നത്. 75. ഭക്ഷ്യവസ്തുക്കളിൽ ചുവപ്പ് നിറം നൽകുന്നത് കാർമോസിൻ ആണ്. ഓക്കെ, കാർമോസിൻ ആണ് എന്ത് ചെയ്യുക? ചുവപ്പ് നിറം നൽകുന്നത്. ഓക്കെ, 75th ക്വസ്റ്റ്യൻ ഡി. 76. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഭ്രമണം അല്ലെ. ഭ്രമണം അല്ലെങ്കിൽ ഭ്രമണ ചലനം, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ തരാം.
ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആദ്യത്തെ ഇന്ത്യക്കാരൻ വരുന്നത്? രാകേഷ് ശർമ്മ. ഓക്കെ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം ഏതാ? അപവർത്തനം, റിഫ്രാക്ഷൻ. ചുവടെ നൽകിയിരിക്കുന്നതിൽ താപപ്രേഷണ രീതികളിൽ പെടാത്തത്? ബാക്കി മൂന്നും പെടും, ബാഷ്പീകരണം ഇവോപ്പറേഷൻ പെടുന്നില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. 79. 80. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഇത്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. പാരമ്പര്യേതരം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ അതിൽ ആൻസർ ആയിട്ട് വരിക? ഒന്ന് നോക്കിയേ. കാറ്റ് പാരമ്പര്യേതരാണോ? അതെ. തിരമാല? അതെ. പെട്രോളും കൽക്കരിയും? അല്ല. ഇവിടെ ആൻസർ ആയിട്ട് അതിന് ഏതൊക്കെ ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്? അപ്പൊ ആൻസർ ഏതൊക്കെയാ വരിക? 1ഉം 2ഉം അല്ല. ഓപ്ഷൻ ഏതാ? എ. 80A ആണ് വരിക. 81. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഒറ്റ സംഖ്യ അല്ലാത്തത്? ഈ 81 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ്, മാത്സിലെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വേണ്ടവർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വേണം എന്നുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ യെസ് എന്നൊന്ന് കമന്റ് ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കൊടുക്കാമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് 81 മുതൽ 100 വരെ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് പറയാം. അല്ലാതെ പക്ഷെ നമുക്ക് വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. നിങ്ങൾക്ക് ജസ്റ്റ് എങ്ങനെയാണ് ആൻസർ വരുന്നതെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ വീഡിയോ വേണ്ടവർ ഒന്ന് കമന്റ് ചെയ്യാം. 15⁵5 + 5 ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. 82. 82 ഓപ്ഷൻ ബി. എങ്ങനെയാ കിട്ടുന്നതെന്നൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നതാണ്. 83 ആൻസർ വരിക. അത് ക്യാൻസൽ ആയി പോയ ക്വസ്റ്റ്യൻ ആണ്. 84 എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 85 സി. 86 എ. ഇതൊക്കെ ചെയ്താൽ പെട്ടെന്ന് കിട്ടുന്നതാണ്. എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് പക്ഷെ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഇട്ടാൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കൂടുതൽ ആൾക്കാർക്ക് വേണമെങ്കിൽ മാത്രമല്ലേ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 7B. 88 സി. ചെയ്ത് നോക്കാം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. 89 ഡി. 90 എ. 91 സി. 91 സി. 92 ഡി. 93 ബി. 94 എ. 95 ഡി. 96 ബി. 97 എ. 98 ഡി. 99 ബി. 100 സി. ഓക്കെ. അപ്പം ഇങ്ങനെ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കൂടുതലായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴാണ് കൂടുതൽ വീഡിയോ ഇടാനായിട്ട് ഒരു സപ്പോർട്ടായിട്ട് വരുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ എക്സ്പ്ലനേഷൻ വേണ്ടവരൊന്ന് കമന്റ് ചെയ്യുക, അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.